ആന്റണി ഉണ്ട്. ആന്റണിയിലേക്ക് പോകേണ്ടതുണ്ട്. ആന്റണി, അതായത് നമ്മൾ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ BJPക്ക് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഈ കേരള തലത്തിലേക്ക് വരുമ്പോൾ, സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ BJP ചെറിയ രീതിയിൽ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടില്ലേ? കാരണം ഒന്ന്, ഈ സുരേഷ് ഗോപിയുടെ വിജയമാണ്. രണ്ടാമത്തേത്, ചിത്രത്തിൽ പോലും ഇല്ലാതിരുന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ പോലും ആലപ്പുഴയിൽ ഒരു ഘട്ടത്തിൽ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലം എടുക്കുകയാണെങ്കിൽ ശശി തരൂരിന് വെല്ലുവിളിയായിക്കൊണ്ട് ചന്ദ്രശേഖർ അന്നു മുതൽക്കുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ പകുതി വരെ ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് കണ്ണൂർ മണ്ഡലമാണ്. കണ്ണൂരിൽ BJP 1 ലക്ഷം വോട്ടിന് അടുത്ത് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ അത് C രഘുനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ ഒരു പശ്ചാത്തലമായിരിക്കാം. കാരണം അദ്ദേഹം ആദ്യം കോൺഗ്രസിലായിരുന്നു, അതിനുശേഷം BJPയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇപ്പോൾ സുരേന്ദ്രനൊക്കെ പറയുന്നത് പോലെ BJPക്ക് ഒരു മാറ്റം കേരളത്തിൽ വരുന്നുണ്ടോ ആന്റണി? BJPയെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വിജയമാണ്, അല്ലെങ്കിൽ അവർക്ക് ഏറെ ആത്മവിശ്വാസം പകരുന്ന, ആവേശം പകരുന്ന ഒരു വിജയമാണ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. അത് കേന്ദ്ര നേതൃത്വം, നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല കുറി തൃശ്ശൂരിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകളുടെ ഒരു സമ്മേളനം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ അന്ന് മുതൽ പ്രധാനമന്ത്രി തൃശ്ശൂരിലുണ്ട്. പിന്നീട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനടക്കം അദ്ദേഹം വരുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ സുരേഷ് ഗോപിക്ക് വളരെ പ്രാധാന്യം കേന്ദ്ര നേതൃത്വം കൊടുത്തിരുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ നേതാക്കൾ ക്യാമ്പ് ചെയ്ത് ഈ സീറ്റ് പിടിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയി. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി തന്നെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെയൊക്കെ പരാജയത്തിന് ശേഷവും ആ മണ്ഡലത്തിൽ തുടർന്നു. ആ തുടർച്ചയുടെ കൂടി ഒരു വിജയമാണ് തൃശ്ശൂരിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നിലവിൽ തിരുവനന്തപുരത്ത് നേരത്തെയും BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. പ്രതീക്ഷ BJPക്ക് ഏറെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. നേരത്തെയും അവിടെ 2014 കയ്യെത്തി വന്ന മണ്ഡലം പിന്നീട് കയ്യിൽ നിന്ന് തട്ടിത്തെറിച്ച് പോവുകയാണ് ഉണ്ടായത്. അത് തീരമേഖലയിലെ ആ വോട്ടുകൾ വളരെ നിർണായകമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. അത് എല്ലാ കാലവും UDFനോടൊപ്പം നിന്നിട്ടുണ്ട്. ഇത്തവണയും അത് UDFനോടൊപ്പം നിന്നതാണ് തിരിച്ചടിയിലേക്ക് BJPക്ക് വന്നത്. പക്ഷേ ശ്രദ്ധേയ മത്സരം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. പക്ഷേ ആറ്റിങ്ങലിൽ V മുരളീധരന് അത്ര വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞോ എന്നുള്ളത് സംശയമാണ്. അവിടെ ശക്തമായ പോരാട്ടമാണ് LDFും UDFും തമ്മിൽ നടന്നത്. 3ാം സ്ഥാനത്താണ് അവിടെ V മുരളീധരൻ ഉണ്ടായത്. അങ്ങനെ വലിയ പ്രതീക്ഷ വെച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ. അത് ലഭിച്ചേക്കുമെന്ന് അവർ വളരെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീടുള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ ഇറക്കി, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ ഇറക്കി പ്രധാനമന്ത്രി അടക്കം പ്രചരണത്തിനും വന്നു. പക്ഷേ അവിടെയും 3ാം സ്ഥാനത്ത്, ഒരു ഘട്ടത്തിൽ പോലും അനിൽ ആന്റണിക്ക് മുന്നിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ വയനാടാണ് മത്സരിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും ആനി രാജയ്ക്കും പിന്നിൽ 3ാം സ്ഥാനത്താണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് സ്ഥാനം, അല്ലെങ്കിൽ വോട്ടുകൾ നേടാൻ സാധിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും BJPയെ സംബന്ധിച്ച് അക്കൗണ്ട് തുറക്കുക എന്നുള്ള അവരുടെ ഏറെ നാളത്തെ ഒരു വലിയ ഒരു ലക്ഷ്യമാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് സീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു ഘട്ടത്തിൽ വിജയം ഉറപ്പിച്ചതാണ് BJP. പക്ഷേ അവിടെ അവസാന നിമിഷം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ശക്തമായ മത്സരം തിരുവനന്തപുരത്ത് കാഴ്ചവെക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റിടങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഒരു നിശ്ചിത സമയത്ത് മാത്രം ആണ് 2ാം സ്ഥാനത്തേക്ക് വന്നത്. അതിനുശേഷം പിന്നീട് ശോഭാ സുരേന്ദ്രൻ 3ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. മറ്റിടങ്ങളിലൊക്കെ അവർ 3ാം സ്ഥാനത്ത് തന്നെ BJPക്ക് തുടരേണ്ടി വന്നുവെങ്കിലും വോട്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിലവിൽ BJPയെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ അവരുടെ ദീർഘകാലമായ ഒരു ലക്ഷ്യം അത് നിറവേറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ